അത് മലയാളികളുടെ മുമ്പിൽ എത്തരുത് എന്ന ഒരു വളരെ മോശമായ ഒരു അജണ്ട നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല. കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാന്യയായ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ മലയാളികളോട് സംവദിക്കുമ്പോൾ ആ പരിപാടിയിൽ മുൻപിൽ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇരിക്കുന്നുണ്ട്. ശ്രീ നിർമ്മല സീതാരാമൻ അവരുടെ പ്രഭാഷണം നിർത്തിക്കൊണ്ട് അവർ വേദിയുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ക്യാമറകൾ ഓൺ ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് മലയാളി സമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തണമെങ്കിൽ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ നിങ്ങളുടെ ക്യാമറകൾ ഓൺ ചെയ്യണം. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എത്ര വൃത്തികെട്ട ഒരു സമീപനമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ നിന്നുണ്ടായത്. ആരാധ്യയായ കേന്ദ്രമന്ത്രി പ്രഭാഷണം നടത്തുമ്പോ ആ കാര്യം ജനപദങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വപ്പെട്ട മാധ്യമ പ്രവർത്തകർ അവരവരുടെ ക്യാമറ ഓഫാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോ നമ്മുടെ പാർട്ടിയെ കുറിച്ച്, നമ്മുടെ ഭാരത സർക്കാരിനെ കുറിച്ച്, അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനപദങ്ങളിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമുക്ക് കൃത്യമായ രാഷ്ട്രീയമായ അവബോധമുണ്ടാകണം. നമ്മളെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനപ്പുറം നമുക്ക് നമ്മുടെ പരിസരങ്ങളെ കാണുവാൻ, ഈ രാജ്യത്തിന്റെ അതിന്റെ കൃത്യമായ അവസ്ഥാന്തരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. 1947 ആഗസ്റ്റ് 15 ഭാരത മഹാരാജ്യം സ്വതന്ത്രയായി. യൂണിയൻ ജാക്ക് പതാക വലിച്ചു താഴ്ത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യമുള്ള ആകാശത്തിലേക്ക് അശോക സ്തംഭാലങ്കൃതമായ മൂവർണ്ണക്കൊടി വലിച്ചുയർത്തി ഈ രാജ്യം സ്വതന്ത്രമായത് പ്രഖ്യാപനം നടത്തിയത്. 200 വർഷം ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച, ഈ രാജ്യത്തെ അധിനിവേശിച്ച ബ്രിട്ടീഷുകാരനിൽ നിന്ന് രാജ്യം സ്വതന്ത്രയാകുമ്പോ ബ്രിട്ടീഷുകാരൻ പോകുന്നതിന് മുമ്പ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്, ഭാരത നിവാസികൾ, ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ 3ാം കിട പൗരന്മാരാണ്, നിങ്ങൾ 3ാം ലോക ജനതയാണ്, നിങ്ങൾ അധകൃതരാണ്, കറുത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, നിങ്ങൾ 3ാം ലോക ജനതയാണ് എന്നാണ് പടിഞ്ഞാറുകാരൻ നമ്മളെ പഠിപ്പിച്ചത്. ഇന്ത്യക്കാരനായി ജനിക്കുകയും ഇന്ത്യക്കാരനായി ജീവിക്കുകയും, എന്നാൽ ഇന്ത്യക്കാരേക്കാൾ പടിഞ്ഞാറിന്റെ ശൈലിയെയും ജീവിത ചുറ്റുപാടുകളെയും സ്നേഹിച്ച പ്രണയിച്ച ജവഹർലാൽ നെഹ്റുവും പഠിപ്പിച്ചത്, ഈ രാജ്യത്തെ പൗരന്മാരെ നമ്മൾ 3ാം കിട രാജ്യമാണ്, നമ്മൾ വികസ്വര രാഷ്ട്രമാണ്. നമ്മൾ വികസ്വര രാഷ്ട്രമാണ്, നമ്മൾ വികസിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒരിക്കലും വികസിത രാജ്യമാകാൻ നമുക്ക് കഴിയില്ല. അതാണ് ഭാരത നിവാസികളെ ഈ രാജ്യം 6.5 പതിറ്റാണ്ട് ഭരിച്ചു മുടിച്ച UPA, അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസുകാർ പറഞ്ഞു പഠിപ്പിച്ചത്. 6.5 പതിറ്റാണ്ടിനിടയിൽ മുതുമുത്തച്ഛൻ പ്രധാനമന്ത്രിയായി, അമ്മൂമ്മ പ്രധാനമന്ത്രിയായി, അച്ഛൻ പ്രധാനമന്ത്രിയായി, യുവരാജാവ് പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ കോൺഗ്രസുകാരന്റെ കിരാത ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2014 ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദിജി ഭാരത മഹാരാജ്യത്തിന്റെ
ഇന്ദ്രപ്രസ്ഥത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ആ ഒരു സാഹചര്യം, ആ മെയ് മാസം കഴിഞ്ഞ് അടുത്ത ആഗസ്റ്റ് കടന്നു വന്ന് ആഗസ്റ്റ് 15 അന്ന് ചെങ്കോട്ടയിൽ അവിടെ അശോക സ്തംഭാലങ്കൃതമായ മൂവർണ്ണക്കൊടി ആകാശത്തിലേക്ക് പതിയെ പതിയെ വലിച്ചുയർത്തി ആ സ്വതന്ത്രാഘോഷങ്ങളുടെ വേളയിൽ പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു, നാം വികസ്വര രാഷ്ട്രമല്ല, നാം മൂന്നാം ലോക രാജ്യമല്ല, നാം വികസിത രാജ്യമാണ്. നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ വികസിത രാജ്യമായി മുന്നോട്ട് പോകാൻ ഈ നാട്ടിലുള്ള രാജ്യത്തിലുള്ള സകലമാന പൗരന്മാരും ഓരോരുത്തരും ഒന്നായി കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ദീർഘദൃഷ്ടിയുള്ള, ഇച്ഛാശക്തിയുള്ള, ദേശീയതയോടും ദേശത്തോടും കൂറുള്ള, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ ജനപദങ്ങളെ സ്നേഹിക്കുന്ന, രാജ്യത്തിലെ ജനങ്ങളുടെ ഔന്നിത്യം സ്വപ്നം കണ്ട് സ്വപ്നം കാണലുകൾക്കപ്പുറം അത് ജീവിതത്തിന്റെ പഠന പ്രബോധന പ്രയോഗവൽക്കരണ പാതയിൽ സുന്ദരമായി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രിയുടെ കരങ്ങളിലേക്ക് ഭാരത മഹാരാജ്യത്തിന്റെ അതിന്റെ ഭരണമെത്തിയപ്പോ എന്താണ് നമ്മൾ കണ്ടത്? ഇവിടെ അഭിവന്യനായ എന്റെ ജ്യേഷ്ഠ സഹോദരൻ ആലി ഹാജി സൂചിപ്പിച്ചല്ലോ, അതുപോലെ നമുക്ക് മുമ്പ് സംസാരിച്ച മനുലാൽ സൂചിപ്പിച്ചല്ലോ, 200 വർഷം ഈ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വ ശക്തികളെ ലോക സമ്പദ്ഘടനയിൽ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് 5ാം സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിജിയുടെ ഇന്ത്യ കടന്നു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ 6.5 പതിറ്റാണ്ട് ഭരിച്ചു മുടിച്ചവർ. നരേന്ദ്രമോദിജി രാജ്യത്തിന്റെ ഭരണമേറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ സമ്പദ്ഘടനയുടെ വിഷയത്തിൽ 14ാമത്തെ സ്ഥാനമാണ്. 9.5 കൊല്ലം നരേന്ദ്രമോദിജി ഭരണം നടത്തിയപ്പോ ഇന്ത്യ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു. എല്ലാ മേഖലയിലും നമ്മൾ നോക്കിയാൽ വികസനത്തിന്റെ, രാജ്യത്തിന്റെ പുരോഗതി ഉന്നതമായ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ ഭരണമേറ്റെടുക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തുണ്ടായിരുന്നതിന്റെ പ്രിയപ്പെട്ടവരെ 72 വിമാനത്താവളങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നരേന്ദ്രമോദിജി അധികാരമേറ്റെടുത്ത് രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ ഇന്ന് ഭാരത മഹാരാജ്യത്തിൽ 152 വിമാനത്താവളങ്ങളുണ്ട്. ഇത് നിസ്സാരമായ കാര്യമല്ല. 72 ഉണ്ടായിരുന്നത് ഇരട്ടിക്ക് മുകളിൽ 152ഓളം എയർപോർട്ടുകൾ കൊണ്ട് ഈ രാജ്യം സമ്പന്നമായത്. നരേന്ദ്രമോദിജി അധികാരമേറ്റെടുക്കുമ്പോൾ 18 സീപോർട്ടുകളാണ് ഭാരത മഹാരാജ്യത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് 36ആയി വർദ്ധിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിജി അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിഷയത്തിൽ മാത്രമല്ല, രാജ്യത്തെ സകലമാന പൗരന്മാരുടെയും അവരുടെ ജീവിതത്തിന്റെ ആ ജീവിതം ഔന്നിത്യത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ സകല തരത്തിലും സംസ്കരിച്ച് സമുദ്ധരിച്ച് അവരെ ലോകത്തിന്റെ മുമ്പിൽ നടക്കാൻ പര്യാപ്തമായ ഒരവസ്ഥയിലേക്ക് ഹസ്തദാനം ചെയ്ത് ഉയർത്തിയെടുക്കുവാൻ പരിശ്രമിച്ച ഒരു പ്രധാനമന്ത്രി. ഇത് കേവലം അവകാശ പ്രഖ്യാപനമാണോ? ഇത് കേവലം അവകാശവാദമാണോ? ഒരിക്കലുമല്ല. നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം കൊറോണ എന്ന് പറയുന്ന COVID-19 എന്ന് പറയുന്ന ലോകത്തെ പിടിച്ചുകുലുക്കിയ മാരകമായ വൈറസ് ചൈനയിൽ നിന്നും അത് അവിടെ നിന്ന് ആരംഭിച്ച് ലോകരാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചപ്പോ ലോകത്തുള്ള സകലമാന ആരോഗ്യ പ്രവർത്തകരും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ലോക ഭരണാധികാരികളും അവരൊക്കെ പകച്ചു നിന്ന ഒരു സന്ദർഭമുണ്ട്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന അവരന്ന് പ്രഖ്യാപിച്ചു, ഈ COVID-19 കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീഴുക ഇന്ത്യയിലാണ്. കാരണം എന്താ? ഇന്ത്യക്കാർക്ക് വിവരമില്ല, അറിവില്ല, കഴിവില്ല, കറുത്തവനാണ്, അധകൃതനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്.
എന്ന പടിഞ്ഞാറുകാരന്റെ ആ ഒരു പഴമൊഴിയുണ്ടല്ലോ, അത് ലോകാരോഗ്യ സംഘടന ആവർത്തിച്ചു. COVID-19 കൊണ്ട് ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ മരിച്ചു വീഴും. ഐക്യരാഷ്ട്രസഭ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, COVID-19 എന്ന് പറയുന്ന രോഗം ബാധിച്ച് മരിച്ചു വീഴുന്ന കോടാനുകോടിയേക്കാൾ ഇന്ത്യയിൽ ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചു വീഴും. ജോലിയില്ലാതെ യാതൊരു മാർഗവുമില്ലാതെ പട്ടിണി കിടന്ന് ഇന്ത്യയിൽ ആളുകൾ മരിച്ചു വീഴുമെന്ന് ഐക്യരാഷ്ട്രസഭയും പ്രഖ്യാപിച്ചു. കാരണം എന്താ? ഇന്ത്യക്കാരന് വിവരമില്ല, അറിവില്ല, കഴിവില്ല, ബുദ്ധിയില്ല, ബുദ്ധിവികാസമില്ല എന്ന പടിഞ്ഞാറുകാരന്റെ ആ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾ കണ്ടത്? ഈ കോവിഡ് വ്യാപനം നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കടന്നു വന്നപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു, എന്റെ രാജ്യത്തിലെ പൗരന്മാർ നിങ്ങളിപ്പോ എവിടെയാണോ അവിടെ നിന്നോണം, അവിടെ നിൽക്കണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം, അവിടെ നിൽക്കണം എന്ന് പറഞ്ഞൊരു പിതാവിനെ പോലെ അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജ്യത്തെ പൗരന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, അത് കേവലം ഒരു അവകാശവാദം മാത്രമായിരുന്നില്ല. അദ്ദേഹം ക്രമബദ്ധമായി ഓരോ കാര്യങ്ങളും എണ്ണയിട്ട യന്ത്രം കണക്ക് ഊണമുറക്കവുമില്ലാതെ ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യത്തെ പൗരന്മാരെ ഒരു വീട്ടിലെ പിതാവിനെ പോലെ നോക്കിയത്, സംരക്ഷിച്ചു പിടിച്ചത് നിങ്ങൾക്കറിയുമോ? ഓരോ വീട്ടിലേക്കും പ്രായം ചെന്ന അമ്മമാർ ഓരോ വീട്ടുകാരികൾക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ജൻധൻ അക്കൗണ്ട് വഴി 500 രൂപ 5 മാസം തുടർച്ചയായി അയച്ചു കൊടുത്തത്. അതുമാത്രമല്ല നരേന്ദ്രമോദിജി ചെയ്തത്, രാജ്യത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഈ COVID-19 പ്രതിരോധിക്കുവാൻ എന്തെല്ലാം സന്നാഹങ്ങൾ നമുക്ക് വേണോ അതെല്ലാം നിങ്ങൾ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നിർമ്മിച്ചുകൊണ്ടിരിക്കണം. രാജ്യത്ത് മാസ്കിന്റെ കമ്പനികൾ ഉണ്ടായി, അതുപോലെ ഗ്ലൗസുകൾ, അതുപോലെ COVID-19 പ്രതിരോധിക്കുവാനുള്ള PPE കിറ്റുകൾ രാജ്യത്ത് ഫാക്ടറികൾ തുടങ്ങി. അതുപോലെ കൃത്യമായി ഈ അസുഖത്തിൽ നിന്ന് ജനപദങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ത്യക്കാരന് വിവരമില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് അവർക്ക് COVID-19 പ്രതിരോധിക്കുവാനുള്ള അതിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ച് ലോകരാജ്യങ്ങൾക്ക് മുഴുവനും അയച്ചു കൊടുത്ത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവർക്കത് ഫ്രീ ആയിട്ട്, അവർക്കത് സൗജന്യമായി നൽകിയത് ശ്രീ നരേന്ദ്രമോദിജി അധികാരം വാങ്ങുന്ന ഭാരത മഹാരാജ്യമാണോ? ലോകത്താദ്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തുച്ഛമായ വിലക്ക് ഈ COVID-19 പ്രതിരോധിക്കുവാനുള്ള അതിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ഈ പടിഞ്ഞാറുകാരൻ ആക്ഷേപിക്കുന്ന അധകൃതരാണ്, അതുപോലെ മാറ്റി നിർത്തപ്പെടേണ്ടവനാണ്, അസ്പൃഷ്ടരാണ് എന്ന് പടിഞ്ഞാറുകാരൻ ആരോപണമുന്നയിച്ച ഈ ഭാരതത്തിന്റെ പുത്രന്മാരാ കണ്ടുപിടിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, രാജ്യത്തെ പൗരന്മാരെ അവരെ ഓരോരുത്തരെയും ഞാനൊരു കാര്യം അലി ഹാജി ചോദിച്ച പോലെ ചോദിക്കുക. ഈ COVID-19 പ്രതിരോധ കുത്തിമരുന്ന് രാജ്യം മുഴുവനും ശ്രീ നരേന്ദ്രമോദിജി സൗജന്യമായി വിതരണം ചെയ്തപ്പോ എന്റെ കല്ലൂരാവിയിലുള്ള മുസ്ലിം ലീഗുകാരെ, ഇവിടെയുള്ള CPM-കാരെ ആധാർ കാർഡ് കാണിക്കാൻ പറഞ്ഞിരുന്നോ? ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് തെളിയിച്ചിട്ട് അതിന്റെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല. ഭാരത മഹാരാജ്യത്തിന്റെ പൗരനാണോ അവർക്ക് സൗജന്യമായി നൽകും. ഇതാണ് ഒരു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അവിടെ ജാതിയില്ല, മതമില്ല, വർഗവർണ്ണ പൈശാച്യ വൈചിത്ര്യ വൈഭിന്യങ്ങൾക്ക് അതീതമായി ഈ രാജ്യത്തെ പൗരന്മാരെ പരിഗണിച്ച ഒരു പ്രധാനമന്ത്രി. ലോകത്തിന്റെ മുമ്പിൽ എന്തേ സംഭവിച്ചത്? COVID-19 കൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന ലോക സാമ്രാജ്യത്വ ശക്തി അവരുടെ സമ്പദ്ഘടന കുത്തിപ്പോയി. ഭാരത മഹാരാജ്യത്തെ 200 കൊല്ലം അധിനിവേശിച്ചു അടക്കി ഭരിച്ച
ബ്രിട്ടീഷുകാരൻ, അവരുടെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിമാർ അവിടുത്തെ സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞ് അത് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കാതെ രാജിവെച്ച് 4-ലധികം പ്രധാനമന്ത്രിമാര് സ്ഥാനമൊഴിഞ്ഞു ബ്രിട്ടനിൽ. എന്നാൽ ഈ രാജ്യം എന്താ ചെയ്തത്? പ്രധാനമന്ത്രി കർഷകരോട് പറഞ്ഞു, ലോകാരോഗ്യ സംഘടന പറഞ്ഞു, ഐക്യരാഷ്ട്രസഭ പറഞ്ഞു, ഇന്ത്യക്കാരൻ പട്ടിണി കിടന്ന് മരിച്ചു വീടുമെന്ന്. എന്നാൽ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ 18 കോടിക്ക് മുകളിലുള്ള കർഷകരോട് പറഞ്ഞു, നിങ്ങൾ രാവും പകലും പണിയെടുത്ത് ഈ രാജ്യത്തെ പൗരന്മാരെ ഊട്ടേണ്ടത് നിങ്ങളാണ്, സംരക്ഷിച്ചു പിടിക്കണം. നമുക്ക് ഈ ഭാരത മഹാരാജ്യത്തെ ഉണർവ് നൽകിയ അദ്ദേഹം അവർക്ക് പ്രോത്സാഹനം നൽകി, അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു, അവരെ പരിപോഷിപ്പിച്ചു കൊണ്ടുവന്നു. ആ കൃഷിക്കാർ അവരെ കയ്യും മെയ്യും മറന്ന് രാവും പകലും മറന്ന് ഭാരതത്തിന്റെ കൃഷിയിടങ്ങളിൽ അവര് പണിയെടുത്ത് പൊന്നുവളയിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ബ്രസീലിനെ പുറകിലേക്ക് താഴ്ത്തിക്കൊണ്ട് ഭാരത മഹാരാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കഴിക്കുവാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വെച്ചതിന് ശേഷം 1.5 വർഷത്തേക്ക് 140 കോടി ജനങ്ങൾക്ക് മൃഷ്ടാന്നം ഭുജിക്കുവാനുള്ള ധാന്യം അവശേഷിപ്പിച്ചതിന് ശേഷം ലോക രാജ്യങ്ങളിലേക്ക് അത് കയറ്റി അയച്ചു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി. അപ്പോഴാണ് ലോകാരോഗ്യ സംഘടന ഐക്യരാഷ്ട്രസഭ പറഞ്ഞത്, ഇന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീഴുക. 140 കോടിക്ക് മുകളിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിച്ചാൽ ലോകത്തെ ഏറ്റവും കുറവ് കോവിഡ് കൊണ്ട് ആളുകൾ മരിച്ചത് നമ്മളുടെ ഭാരത മഹാരാജ്യത്തിലാണ്. ഒരു പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയായിരുന്നു അത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരെ, എന്റെ പ്രിയപ്പെട്ട CPM-കാരെ, കോൺഗ്രസുകാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആരോപണങ്ങൾക്ക്, പ്രത്യാരോപണങ്ങൾക്ക്, അധിക്ഷേപങ്ങൾക്കപ്പുറം രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച മഞ്ഞക്കണ്ണടകൾക്കപ്പുറം വിശദമായി, വിശാലമായി, കൃത്യമായി ഈ രാജ്യത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ അവലോകനം ചെയ്താൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് നിഷേധിക്കുവാൻ കഴിയുമോ? നിഷേധിക്കാൻ കഴിയില്ല. സ്വന്തം രാജ്യത്തെ അദ്ദേഹം കൃത്യമായി സംരക്ഷിച്ചു പിടിച്ചു. അതുപോലെ എല്ലാ നിലക്കുമുള്ള വികസന പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രി കൃത്യമായ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലും കൃത്യമായ സൂക്ഷ്മമായ അദ്ദേഹത്തിന്റെ പരിശോധനയിലും രാജ്യത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഒരു പ്രധാനമന്ത്രിയുടെ, ദേശക്കൂറുള്ള ഒരു പ്രധാനമന്ത്രിയുടെ ശക്തമായ ഇടപെടലുകൾ കൊണ്ടാണ് നമുക്കത് സാധിച്ചത്. എന്നാൽ രാജ്യം ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ, രാജ്യം ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, നാം ജീവിക്കുന്ന വർത്തമാനകാല കേരളത്തിന്റെ അവസ്ഥാവിശേഷം എന്താണ്? കർഷകരെ പ്രോത്സാഹിപ്പിച്ച് കർഷകർക്ക് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുവാനും സംസ്കരിക്കുവാനും അവരുടെ പ്രാപ്തിക്കും അവർക്ക് 2 കാലിൽ അഭിമാനത്തോടു കൂടി നിൽക്കുവാനുമുള്ള സർവസന്നാഹങ്ങളും ഒരു പ്രധാനമന്ത്രി ചെയ്തു കൊടുക്കുമ്പോ എന്താ കേരളത്തിന്റെ സാഹചര്യം? എന്താ? മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ കേരളീയം സംഘടിപ്പിച്ചത്, കേരളീയ മഹാമഹം സംഘടിപ്പിച്ചു. അനന്തപുരിയിൽ 27 കോടി രൂപ ദിവസങ്ങൾക്ക്, ചുരുങ്ങിയ ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം 27 കോടി രൂപ ഖജനാവിൽ നിന്നെടുത്ത് ധൂർത്തടിച്ച് നശിപ്പിച്ചു കളഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ സന്ദർഭത്തിലാണ് കേരളീയ മഹാമഹം നടക്കുന്നതിന്റെ വേദിയിൽ പ്രിയങ്കരനായ ഈ നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നു, അതിനപ്പുറത്ത് കമലടത്തിയിരിക്കുന്നു, അതിനപ്പുറത്ത് വീണമോളിരിക്കുന്നു, അതിനപ്പുറത്ത് വീണയുടെ മക്കൾ, ഇവരുടെ ഒരു ഫാമിലി, പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ഒരു ഫാമിലി ഇവന്റ് പോലെ ഈ കേരളത്തിന്റെ ഖജനാവ് എടുത്തിട്ട് ഇവരുടെ ഫാമിലി ഇവന്റ് നടത്തണോ? പിണറായി വിജയൻ എവിടേക്കും പോകുകയാണെങ്കിൽ ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് കമലടത്തേക്ക് കൂടെ പോകണം. അത് ഈ നാടിന്റെ ഖജനാവിന്റെ ചെലവ് കൊണ്ട് വേണോ?
ഇനിയിപ്പോ ഈ നവകേരള സദസ്സും കഴിഞ്ഞ് മുഖ്യമന്ത്രി വീട്ടിലെത്തിയ ഉണ്ടാവാൻ പോണ കുഴപ്പം വലിയ കുഴപ്പമായിരിക്കും. കാരണം എന്താ, ഈ പറയുന്ന 1,10,00,000 ബസ്സിൽ കമലയിടത്തേക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അതിന്റെ കുഴപ്പം ഇനിയിപ്പോ അവരാഭ്യന്തരകാര്യതോട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. കേരളീയ മഹാമഹം നടത്തി കോടാനുകോടികൾ ധൂർത്തടിച്ചു. 2 കോടി രൂപയാണ് അവര് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചത്. ഒരാള് 24. ഇവരെന്താ മിണുങ്ങിയതെന്ന് പടച്ചോനാണ്. ഞാൻ തമാശ പറയല്ല. ആ സമയത്താണ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ പ്രയാസപ്പെടുന്നത്. ആ സമയത്താണ് നമ്മുടെ പാലക്കാട്, അതുപോലെ ആലപ്പുഴയിൽ, കുട്ടനാട്ടിൽ കർഷകർ ജീവിതത്തിൽ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടെ മണിനാട് സൂചിപ്പിച്ചല്ലോ. പ്രസാദ് എന്ന് പറയുന്ന ഒരു കർഷകൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ, ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ. പ്രസാദ് പറയാ, ഞാൻ ജീവിതത്തിൽ തോറ്റുപോയവനാണ്, ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവനാണ്. പ്രസാദ് എങ്ങനെയാ തോറ്റത്? പ്രസാദ് കബഡി കളിക്കാൻ പോയി തോറ്റതല്ല. പ്രസാദ് കേരളത്തിലെ ഞാനും നിങ്ങളും അടക്കമുള്ള മലയാളികൾക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഭരത് മമ്മൂട്ടി പറഞ്ഞല്ലോ, കർഷകൻ കാല് ചേറിൽ വെക്കുമ്പോഴാണ് നമ്മൾ കൈകൾ ചോറിൽ വെക്കുന്നത്. മമ്മൂട്ടി പറഞ്ഞല്ലോ, കേരളത്തിന്റെ മണ്ണിന്റെ മക്കളെ അവരെ ഊട്ടാൻ വേണ്ടി, അവർക്കൊരു പിടി അന്നത്തിന് വേണ്ടി വയലിൽ പണിയെടുത്ത് നെല്ല് വിളയിപ്പിച്ച് സ്വർണം വിളയിപ്പിച്ച് പ്രസാദ് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോ, പ്രസാദിനെ പോലെയുള്ള കർഷകർക്ക് അവരുടെ വിഹിതം കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഖജനാവിൽ പൈസയില്ല എന്ന് ഇയാള് സുഹൃത്തിനോട് പറയാ, ഞാൻ തോറ്റുപോയി, എന്റെ മുമ്പിൽ ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല. അദ്ദേഹം ഉപദേശിച്ചു ആത്മഹത്യ ചെയ്യാതിരിക്കാൻ. പക്ഷേ പ്രസാദിന് ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു. കണ്ണൂർ ജില്ലയിൽ ഒരു ക്ഷീര കർഷകന് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. അതുപോലെ കർഷകരെല്ലാവരും അവരിങ്ങനെ ജീവിക്കുവാനുള്ള ഗത്യന്തരമില്ലാതെ ആത്മഹത്യയിൽ അവര് അഭയം പ്രാപിക്കുമ്പോ മുഖ്യമന്ത്രിയുടെ പുതിയ പരിപാടി എന്താ? മുഖ്യമന്ത്രിയുടെ പുതിയ പരിപാടി ഇപ്പൊ നമ്മളെ ഇവിടുന്നാണല്ലോ, നിങ്ങളെ കാസർഗോഡ് നിന്നാണല്ലോ ഉദ്ഘാടനം കഴിഞ്ഞത്. നവകേരള സദസ്. നവകേരള സദസ് കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട്, MM ഹസൻ. അദ്ദേഹം പറഞ്ഞു, ഇതിന് നവകേരള സദസ് എന്നല്ല പേരിടേണ്ടത്, ദുരിത കേരള സദസ് എന്ന് പേര് വെക്കണം. എനിക്ക് CPM-കാരനോട് പറയാനുള്ളത്, നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളെ മലീമസമാക്കിക്കൊണ്ട് നടത്തുന്ന ഈ നവകേരള സദസ് എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന ഈ പരട്ട സദസ്സുണ്ടല്ലോ, അതിന് നിങ്ങൾ പോവേണ്ടത് 1,10,00,000 രൂപ വിലയുള്ള കാരവനിലല്ല, ഭാരത് ബെൻസിന്റെ മനോഹരമായ ബസ്സിലല്ല, മറിച്ച് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയണം, കാളവണ്ടികൾ നിരത്തിലേക്ക് കൊണ്ടുവന്ന് വരി വരിയായി നിർത്തണം. ആ കാളവണ്ടിക്ക് മുമ്പിലേക്ക് കേരളത്തിന് ഗത്യന്തരമില്ലാതെ കടക്കടിയിൽ അകപ്പെട്ട് ആത്മഹത്യയുടെ മുമ്പിൽ അഭയം പ്രാപിച്ച പാവപ്പെട്ട കർഷകന്മാരെ കൊണ്ടുവന്നിട്ട് ഈ കാളവണ്ടിയിൽ അവരുടെ കഴുത്തുമായി ബന്ധിച്ച് പിണറായി വിജയൻ ചാട്ടവാറെടുത്തി ആത്മഹത്യക്ക് നിൽക്കുന്ന പാവപ്പെട്ട കർഷകന്റെ മുതുകത്ത് ആഞ്ഞാനടിച്ചിട്ട് പറയണം, ഞാൻ നടത്തുന്ന ചിരന്തന പുരാതന പ്രാചീന പൗരാണിക പ്രാകൃത കേരളത്തിന്റെ യാത്രയാണിത്. അങ്ങനെയാ നിങ്ങൾ നിങ്ങളുടെ യാത്ര നടത്തേണ്ടത്. അതല്ലാതെ 1,10,00,000 രൂപ വിലയുള്ള ഭാരത് ബെൻസിന്റെ കൊട്ടാര സമാനമായ കാരവൻ ബസ്സിലല്ല. എന്നിട്ട് വലിയ കോമഡി എന്താണെന്നറിയോ? പ്രത്യേക ആക്ഷൻ കാണിച്ച് എതിരാളികളെയൊക്കെ തകർത്തെറിയുന്ന മുഖ്യമന്ത്രിക്ക് 2 അടി താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ഈ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റാഞ്ഞിട്ട് ബസ്സിന്റെ ഡോറിന്റെ മുമ്പിൽ ലിഫ്റ്റ് വെച്ചിരിക്കുക. എന്നിട്ട് ഇവിടെ ഒലക്ക മുണിങ്ങിയ പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു, അത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോവുക. കഷ്ടം. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളെന്നാലും എത്രമാത്രം പരിഹാസ്യമാണത്. 10ാം നിലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതൊരു അന്തസ്സുണ്ട്. 2 അടി താഴേക്ക് ഇറങ്ങാം, ഒരു മുഴുവൻ മനുഷ്യൻ ഇങ്ങനെ വന്ന് നിൽക്കുക അതിന്റെ മുമ്പിൽ ഒലക്ക മുണങ്ങിയ പോലെ. കഷ്ടം. എന്നിട്ട് ഇടുക്കിയിലെ അന്നമ്മച്ചേടത്തി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വയോധികയായ സ്ത്രീ
അവര് ജീവിക്കുവാൻ ഗത്യന്തരമില്ലാതെ ഒരു നേരത്തെ കഞ്ഞിക്കൊരു ചമ്മന്തി അരയ്ക്കാൻ 2 കഷ്ണം ചെറിയുള്ളിയില്ലാതെ പച്ചമുളകില്ലാതെ പട്ടിണി കിടന്നപ്പോ അവരൊരു പിച്ചച്ചട്ടിയുമായി ജനപദങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, വിശക്കുന്നുണ്ട്, വല്ലതും തരുവോ എന്ന് ചോദിച്ചപ്പോ ദേശത്തിന്റെ അപമാനം പോലെ ദേശാപമാനി കണ്ടശ എഴുതുക. അന്നമ്മച്ചേടത്തി കോടീശ്വരിയാണ്. അന്നമ്മച്ചേടത്തിന്റെ വലിയ മോള് ലണ്ടനിലാണ്, ചെറിയ മോള് അമേരിക്കയിലാണ്. കഷ്ടം, പരമ കഷ്ടം. എറണാകുളത്ത് 2 വയോധികരായ ദമ്പതികൾ മരുന്ന് വാങ്ങാൻ ഒരു നേരത്തെ പനിക്ക് ഒരു നേരത്തെ ഗുളിക, ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ പണമില്ലാതെ പ്രയാസപ്പെട്ടപ്പോ നിരത്തിലേക്ക് ഇറങ്ങിയപ്പോ അവരോട് ഭർസിക്കുന്ന, അവരെ തെറി വിളിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം പോകുമ്പോ കർഷകരിങ്ങനെ പ്രയാസപ്പെടുന്നതിന്റെ കാരണം എന്താ? ഇവര് പറയാ കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല. എന്നാൽ ഇവരുടെ ശമ്പള വർധനവിനും ഇവർക്ക് കണ്ണാട വാങ്ങാനും ഇവർക്ക് പെർഫ്യൂം വാങ്ങാനും. ഇപ്പൊ നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, എന്തുട്ടോ അവരുടെ പേര് ബിന്ദുവാ, എന്തുട്ടാ ബിന്ദു അല്ലേ, അവർക്ക് കടുത്ത പല്ലുവേദന കാരണം പല്ലുവേദനക്ക് സൂചി വെക്കാൻ വേണ്ടി 10,000 രൂപ, 10,000 ആണോ 12,000 താഴെ. അല്ല, പല്ലുവേദന വല്ലാത്ത ഇടങ്ങേറ് തന്നെയാണ്. പല്ലുവേദന ഉള്ള എനിക്കുണ്ടായിട്ടില്ല, ഇല്ലാതിരിക്കട്ടെ, പല്ലുവേദന ഉണ്ടായിട്ടുള്ള എന്റെ ഉമ്മയൊക്കെ വല്ലാത്ത ഇടങ്ങേറാണ്. അപ്പൊ നമ്മളെ മന്ത്രിക്ക് അതെല്ലാവരും ഒന്ന് ആശീർവദിച്ച് അനുമോദിച്ചു കൊടുത്തോണം. നാട്ടിലെ ആളുകൾ പട്ടിണി കിടക്കുമ്പോ പല്ലുവേദനക്ക് പൊന്നാര മന്ത്രിയെ ഒരു പെയിൻ കില്ലർ കുടിച്ചാ പോലെ, അല്ലെങ്കിൽ നിങ്ങളെ പൈസക്കാരത്തിയല്ലേ, അവനാന്റെ കീശിന്ന് കായെടുത്ത് വാങ്ങിയാ പോരെ. എന്നിട്ട് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് പല്ലുവേദനക്ക് 12,000 താഴെ എഴുതി വാങ്ങി. ഇവർക്കൊക്കെ വയറിളക്കം പിടിക്കാതെ പിടിച്ചാൽ ഇടങ്ങേറാവുന്നു. പല്ലുവേദനക്ക് 12,000. അല്ലാഹ് കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ കർഷകർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കേന്ദ്രമാണ് എന്ന് പറയുന്ന ആളുകൾ, ആ തെറ്റിദ്ധാരണയിൽ ഈ പറയുന്ന കല്ലൂരാവിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി, ഈ അഗ്രികൾച്ചറിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായ ഈ മധ്യപ്രദേശിൽ നിന്നുള്ള നരേന്ദ്ര സിംഗ് തോമർ എന്ന് പറയുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കേരളത്തിൽ വന്നപ്പോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകര് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാ കേരളത്തിലെ കർഷകരൊക്കെ ആത്മഹത്യയുടെ മുനമ്പിലാണ്, അവർക്ക് ഗത്യന്തരമില്ല, എന്താ നിങ്ങൾ കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ശ്രീ തോമർ കൃത്യമായി വസ്തുനിഷ്ഠപരമായി കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കേന്ദ്രം കേരളത്തിന് യാതൊരു വകയും ഒരു വിഹിതം, 1 രൂപ പോലും പെൻഡിംഗ് ഇല്ല, കുടിശ്ശികയില്ല, മുഴുവനും കൊടുത്തിട്ടുണ്ട് എന്ന്. നാം ജീവിക്കുന്ന വർത്തമാനകാല കേരളത്തിന്റെ അവസ്ഥാവിശേഷം എന്താണ്? കർഷകരെ പ്രോത്സാഹിപ്പിച്ച് കർഷകർക്ക് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുവാനും സമുദ്ധരിക്കുവാനും അവരുടെ പ്രാപ്തിക്കും അവർക്ക് 2 കാലിൽ അഭിമാനത്തോടു കൂടി നിൽക്കുവാനുമുള്ള സർവസന്നാഹങ്ങളും ഒരു പ്രധാനമന്ത്രി ചെയ്തു കൊടുക്കുമ്പോ എന്താ കേരളത്തിന്റെ സാഹചര്യം? എന്താ? മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ കേരളീയം സംഘടിപ്പിച്ചത്, കേരളീയ മഹാമഹം സംഘടിപ്പിച്ചു. അനന്തപുരിയിൽ 27 കോടി രൂപ ദിവസങ്ങൾക്ക്, ചുരുങ്ങിയ ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം 27 കോടി രൂപ ഖജനാവിൽ നിന്നെടുത്ത് ധൂർത്തടിച്ച് നശിപ്പിച്ചു കളഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ സന്ദർഭത്തിലാണ് കേരളീയ മഹാമഹം നടക്കുന്നതിന്റെ വേദിയിൽ പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നു, അതിനപ്പുറത്ത് കമലടത്തിയിരിക്കുന്നു, അതിനപ്പുറത്ത് വീണമോളിരിക്കുന്നു, അതിനപ്പുറത്ത് വീണയുടെ മക്കൾ, ഇവരുടെ ഒരു ഫാമിലി, പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ഒരു ഫാമിലി ഇവന്റ് പോലെ ഈ കേരളത്തിന്റെ ഖജനാവെടുത്തിട്ട് ഇവരുടെ ഫാമിലി ഇവന്റ് നടത്തണോ? പിണറായി വിജയൻ എവിടേക്ക് പോകുകയാണെങ്കിൽ ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് കമലടത്തേക്ക് കൂടെ പോണം. അത് ഈ നാടിന്റെ ഖജനാവിന്റെ ചെലവ് കൊണ്ട് വേണോ? ഇനിയിപ്പോ ഈ നവകേരള സദസ്സും കഴിഞ്ഞ് മുഖ്യമന്ത്രി വീട്ടിലെത്തിയ ഉണ്ടാവാൻ പോണ കുഴപ്പം വലിയ കുഴപ്പമായിരിക്കും. കാരണം എന്താ? ഈ പറയുന്ന 1,10,00,000 ബസ്സിന് കമലടത്തേക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അതിന്റെ കുഴപ്പം ഇനിയിപ്പോ ആഭ്യന്തര കാര്യങ്ങൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല.
കേരളീയ മഹാമഹം നടത്തി കോടാനുകോടികൾ ധൂർത്തടിച്ചു. 2 കോടി രൂപയാണ് അവര് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചത്. ഒരാള് 24. ഇവരെന്താ മുണങ്ങിയതെന്ന് പടച്ചവനാണ്. ഞാൻ തമാശ പറയല്ല. ആ സമയത്താണ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ പ്രയാസപ്പെടുന്നത്. ആ സമയത്താണ് നമ്മുടെ പാലക്കാട്, അതുപോലെ ആലപ്പുഴയിൽ, കുട്ടനാട്ടിൽ കർഷകർ ജീവിതത്തിന് ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടെ മുന്നാണ് സൂചിപ്പിച്ചല്ലോ, പ്രസാദ് എന്ന് പറയുന്ന ഒരു കർഷകൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ, ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ. പ്രസാദ് പറയാ, ഞാൻ ജീവിതത്തിൽ തോറ്റുപോയവനാണ്, ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവനാണ്. പ്രസാദ് എങ്ങനെയാ തോറ്റത്? പ്രസാദ് കബഡി കളിക്കാൻ പോയി തോറ്റതല്ല. പ്രസാദ് കേരളത്തിലെ ഞാനും നിങ്ങളും അടക്കമുള്ള മലയാളികൾക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഭരത് മമ്മൂട്ടി പറഞ്ഞല്ലോ, കർഷകൻ കാല് ചേറിൽ വെക്കുമ്പോഴാണ് നമ്മൾ കൈകൾ ചോറിൽ വെക്കുന്നത്. മമ്മൂട്ടി പറഞ്ഞല്ലോ, കേരളത്തിന്റെ മണ്ണിന്റെ മക്കളെ അവരെ കൂട്ടാൻ വേണ്ടി, അവർക്കൊരു പിടി അന്നത്തിന് വേണ്ടി വയലിൽ പണിയെടുത്ത് നെല്ല് വിളയിപ്പിച്ച് സ്വർണം വിളയിപ്പിച്ച് പ്രസാദ് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോ, പ്രസാദിനെ പോലെയുള്ള കർഷകർക്ക് അവരുടെ വിഹിതം കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഖജനാവിൽ പൈസയില്ല എന്ന്. എന്തിനാ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാർ നമ്മുടെ കേരളത്തിന്റെ തീരദേശ മേഖലയിലൂടെ അവർ റാലി നടത്തിയതിനാണെന്നറിയോ? ഒരു പണിയില്ലാത്തോണ്ട് വെറുതെ റാലി നടത്തിയതല്ല, മറിച്ച് കേരളത്തിലെ മുഖൂവന്മാരെ അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് നഷ്ടപ്പെട്ട വള്ളവും വലയും അവർക്ക് തിരിച്ചു പിടിക്കാൻ, അവരുടെ തകർന്നടിഞ്ഞു പോയ ഭവനങ്ങൾ പുനർനിർമ്മിച്ചു കൊടുക്കാൻ, അവരുടെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മുക്കുവ സമൂഹത്തെ ക്രമപ്രവർത്തമായി സംരക്ഷിച്ച് അവരെ സമുദ്ധരിക്കാൻ, അതിനുവേണ്ടി കേന്ദ്രം അനുവദിച്ച കോടാനുകോടി രൂപ ഈ കേരളത്തിലേക്ക് വന്നപ്പോ ഈ കേരളത്തിലെ മന്ത്രിമാർ അത് 1 രൂപ പോലും ചെലവഴിച്ചില്ല. ഞാൻ ആരോപണം പറയണോ? മാസങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ പരശോത്തം രൂപാലാജി എന്ന പേരുള്ള കേന്ദ്രമന്ത്രി, നരേന്ദ്രമോദിജിയുടെ ഗുരുതുല്യനായ മനുഷ്യനാണ് അദ്ദേഹം. വയോധികനായ പരിണതപ്രജ്ഞനായ ആ മന്ത്രി, കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നു. അദ്ദേഹം ഈ പറയുന്ന കോഴിക്കോടും അതുപോലെ തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തും തീരദേശ മേഖലകൾ സന്ദർശിച്ചപ്പോ കേന്ദ്രം അനുവദിച്ച കോടാനുകോടിയിൽ ഒരു ചില്ലിക്കാശ് പോലും ആ മേഖലയിൽ അവിടെ ഉപയോഗപ്പെടുത്താത്തത് കണ്ടപ്പോ, ഒരു പ്രവർത്തനവും നടത്തിയത് കാണാതെ വന്നപ്പോ ശ്രീ പരശോത്തം രൂപാലാജി അതിനെക്കുറിച്ച് ശക്തമായി ചോദിച്ചപ്പോ കേരളത്തിലെ മന്ത്രിമാർ സാർ വിളികളുമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ചു നിന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. എല്ലാ നിലക്കും കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ടുകൾ ഹൈഡ് ചെയ്തു വെക്കുന്നവർ. കഴിഞ്ഞ മാസം നമ്മുടെ തൃശൂരിലേക്ക് ശ്രീമതി അശ്വനി കുമാർ ചൗബെ എന്ന പേരുള്ള മന്ത്രി കടന്നു വന്നു, കേന്ദ്രമന്ത്രി കടന്നു വന്നു. അവര് തൃശൂർ ജില്ലയിൽ സന്ദർശിക്കുന്നതിനിടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അവർ ചെന്നു. ഗുരുവായൂരിലേക്ക് അവർ വന്നപ്പോ ഗുരുവായൂർ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം അനുവദിച്ച അമൃതം പദ്ധതിയിൽ കേന്ദ്രം അനുവദിച്ച കോടാനുകോടി രൂപയിൽ 1 രൂപ പോലും ഗുരുവായൂർ നഗരസഭയിൽ വിനിയോഗിക്കാത്തത് കണ്ടപ്പോ അശ്വനി കുമാർ ചൗബെ അവര് ഗുരുവായൂർ നഗരസഭയുടെ സെക്രട്ടറിയെ വിളിച്ചു ശക്തമായ താക്കീത് ചെയ്തു. എന്റെ അടുത്ത സന്ദർശനത്തിന് മുമ്പ് ഈ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന കേന്ദ്രത്തിന്റെ പദ്ധതികളൊന്നും നടപ്പിൽ വരുത്താതെ അതൊക്കെ ഇങ്ങനെ ഒച്ചടയുന്ന വേഗതയിൽ ആ പ്രവർത്തനങ്ങളുമായിട്ട് ഇവര് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താ നിങ്ങൾക്കറിയോ? 2024 നരേന്ദ്രമോദിജിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കും. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മൂവ്മെന്റിന്റെ പേരെന്താ? എന്താ പുതിയ മൂവ്മെന്റിന്റെ പേര്? കിണ്ടി മുന്നണി.
INDI ഒന്നുമല്ല, കിണ്ടി മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നണിയായിട്ട് ഇവർ വന്നിരിക്കുന്ന. അതിന്റെ പേറപ്പ കഴിഞ്ഞു. അല്ലേ, അതിന്റെ പേറ കഴിഞ്ഞു. എന്നോട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്നപ്പോൾ ഒരാൾ പറഞ്ഞു, പൊന്നാര റിഷാദെ, ഇജിങ്ങനെ ഒരു ഖത്തീബായി സുല്ലമിയായി പണ്ഡിതനായി നടക്കുന്ന ആളല്ലേ ഇനിയോ? ഇജിപ്പോ ഈ പറയുന്ന അവസാന കാലത്ത് ഇങ്ങനെ BJPക്ക് പോയി 2024 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പം അന്നൊക്കെ ശരിയാക്കൂലേ? എത്താ ഇജ് കാട്ടിക്കാരം. അപ്പൊ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആകാശത്തേക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി 2024 പ്രധാനമന്ത്രിയാകും എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ പാവപ്പെട്ട സാധുക്കളായ ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഖിയാമത്ത് നാൾ പോലും ഉണ്ടാവില്ല, ലോകാവസാനം ഉണ്ടാവില്ല. ദജ്ജാല് വരൂല, യജൂജും മൗജൂജും വരൂല. വന്നിട്ട് എന്തു അലക്ക കാട്ടാനാ? ഇമാതിരി സാധുക്കളെ കയ്യിൽ കിട്ടിയിട്ട് ദജ്ജാലിനുണ്ട്. ദജ്ജാൽ എന്ന് പറഞ്ഞ അന്തിക്രിസ്തു വളരെ ക്രൂരനാണ്. ഈ സാധുക്കളെ കിട്ടിയ ദജ്ജാലിന് കുറവാവൂലേ? മനസ്സിലായോ? അതിന്റെ പീറ തീർന്നില്ലേ? രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് തകർന്നടിഞ്ഞു പോയവർ ഇപ്പൊ ഇന്ത്യ മുന്നണിന്റെ യോഗം വിളിച്ചിട്ടുണ്ട്. കിണ്ടി മൂവ്മെന്റിന്റെ യോഗം വിളിച്ചു. മമത പറഞ്ഞു എനിക്ക് മുട്ടുംകാലിന് സുഖമില്ല. നിതീഷ് കുമാർ പറഞ്ഞു ചെറിയൊരു പല്ലുവേദന. ഓരോരുത്തർ പറഞ്ഞ അതാ. ലല്ലു പ്രസാദ് പറഞ്ഞ എനിക്ക് തലക്കൊരു പള്ളവേദന. ഇപ്പൊ രാഹുൽ ഗാന്ധി കാർഗി പാക വയന്ന് കുത്തിരിക്കുക. ഇനി അടുത്ത മീറ്റിംഗും വിളിച്ചിട്ട് അതാണ് പിരിച്ചുവിട്ടത്. അതേ കാര്യമുള്ളൂ. കാരണം ഒരു പ്രധാനമന്ത്രി ഊണിനും ഉറക്കിനും അപ്പുറം സമയം കണ്ടെത്തി എന്റെ രാജ്യത്തെ പൗരന്മാരുടെ വികസനമാണ്, അവരുടെ അഭ്യുന്നതിയാണ്, ആരോഗ്യ മേഖലയിലും സാമ്പത്തിക മേഖലയിലും സാംസ്കാരിക മേഖലയിലും എന്റെ നാട്ടിലെ പൗരന്മാരുടെ അഭ്യുന്നതിയാണ് എനിക്ക് പ്രധാനം എന്ന് വിചാരിച്ച് കർമ്മനിരതനായി പണിയെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ താഴെ ഇറക്കിയിട്ട് ബുദ്ധി ഉറക്കാത്തൊരു കുട്ടിനെ പ്രധാനമന്ത്രിയാക്കണം എന്ന് നാട്ടിലെ ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകള് അവരങ്ങനെ ഒരു കടുങ്കൈ ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, ചട്ടയും മുണ്ടുകൊടുത്ത മുസ്ലിം ഉമ്മമാരുണ്ടോ? മുസ്ലിങ്ങളുടെ കഥയുണ്ടോ? ഇല്ല. അപ്പൊ അപ്പുറത്തിരിക്കണോ പറയാ ഇല്ല. എന്താ ഇതിന്റെ കാരണം? ഇത് കേന്ദ്രത്തിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും കേരളത്തിന്റെ സീരിയലിനെ സെൻസർ ചെയ്യുന്നു. മുസ്ലിങ്ങളെ കഥ വേണ്ട. അപ്പൊ ഇത് കേൾക്കണ പിരാന്തന്മാരിങ്ങനെ തന്നെയല്ലേ? എന്നാലും ഇവര് വല്ലാത്ത മനുഷ്യന്മാരെന്നെ സീരിയല് പോലും ഇവര് വെറുതെ വിടുന്നില്ലല്ലോ എന്ന് ആവലാതി കൂടുതൽ ആര്? മലയാളികൾ എന്ന് പറയുന്ന പ്രബുദ്ധ കേരളീയർ, പ്രബുദ്ധ പ്രബുദ്ധം വേണ്ട, ഒലക്കാപ്പുണ്ണാക്കും വേണ്ട, കേവലം ബുദ്ധി ഉണ്ടെങ്കിൽ പ്രബുദ്ധിയൊന്നും വേണ്ട. ഒരു ഇല്ലം കെട്ടിക്കാനുള്ള വറ്റെങ്കിലും തിന്നതിന്റെ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണ് തോന്നിവാസം വിളിച്ചു പറയുമ്പോ നിങ്ങൾ ആലോചിക്കണ്ടേ? എന്നാണ് ഈ പറയുന്ന ഭാരത മഹാരാജ്യത്തിന്റെ ഭരണാധികാരികളായി ശ്രീ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും വന്നിട്ട് 9.5 കൊല്ലലേ ആയിട്ടുള്ളൂ അല്ലേ? ഈ 9.5 കൊല്ലത്തിന് മുമ്പ് ഈ കേരളം ഉണ്ടായിരുന്നല്ലോ. 9.5 കൊല്ലങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാകുന്നതിന് മുമ്പും ഈ കേരളമുണ്ടല്ലോ. ഈ കേരളത്തിന് സിനിമയും സീരിയലും ഉണ്ടല്ലോ. നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ സീരിയൽ ഏതായിരുന്നു? 6 മണിയായാൽ സൂര്യ ടിവിയിൽ ഖിയാലിലകത്ത് സൈനബ, 6:30 മണിക്ക് കിളിർ നബിയെ കണ്ട നഫീസ അല്ലേ? പിന്നെ ഏഷ്യാനെറ്റ്, അതുപോലെ സൂര്യ ടിവി, അങ്ങനെയുള്ള ചാനലുകൾ. അതിലൊക്കെ ഏതായിരുന്നു? ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഹുനൈൻ യുദ്ധം, ഫത്ഹ് മക്ക, മുഅ്ത യുദ്ധം, സ്വഹാബ വനിതകളുടെ ജീവിതം, പ്രവാചക പത്നിമാരുടെ കഥകൾ. ഇതായിരുന്നില്ലേ കേരളത്തിലെ സീരിയലിൽ? നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും വന്ന് ഖിയാലിലകത്ത് സൈനബ ആദ്യം കെട്ടിയെടുത്തു. പിറ്റേ മാസം കിളിർ നബിയെ കണ്ട നഫീസ, അതും നിർത്തലാക്കി.
എന്നിട്ട് കണ്ട നായന്മാരും ഹിന്ദുക്കളും സീരങ്ങട്ടുണ്ടാക്കി. ഒരുമ്പട്ടൊരു പെണ്ണിത് പറയുമ്പോ, ഈ തോന്നിവാസം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട, ഇത് വർഗീയവാദമാണ്, ഇത് തീവ്രവാദമാണ്, അത് സാംസ്കാരികപരമായ വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അത് തീവ്രവാദത്തിന്, വർഗീയവാദത്തിനുള്ള ആഹ്വാനമല്ലേ? തീവ്രവാദം, ഭീകരവാദം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുമുണ്ട്. ഇത് സാംസ്കാരികപരമായ തീവ്രവാദമാണ്. ഈ സഖാവ് വർഷം നടത്തിയത് സാംസ്കാരികപരമായ തീവ്രവാദം.